നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഫണ്ട് വെട്ടിപ്പിൽ BJP ആടപടലം നാറിയ അവസ്ഥയിൽ ലക്ഷങ്ങളാണ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും വെട്ടിപ്പ് നടത്തിയത്. എന്നാൽ അന്വേഷണമില്ലാതെ ഒതുക്കാനാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം താൽപ്പര്യപ്പെടുന്നത്. ഫണ്ട് വെട്ടിപ്പ് ഒതുക്കുന്നതിനോടൊപ്പം വാർത്ത ചോർത്തുന്നവരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടിക്കും പാർട്ടിയിൽ ശ്രമമുണ്ട്. എല്ലാത്തിൻ്റെയും ശബ്ദരേഖകൾ വെളിയിൽ വന്നത് BJP സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയുമായി. സംസ്ഥാന നേതാക്കൾ തന്നെയാണ് ഫണ്ട് വെട്ടിപ്പിനു പിന്നിൽ ഉള്ളതെന്നാണ് നേതൃത്വത്തെ കുഴക്കുന്ന പ്രശ്നം. കൊടി ഇടപാടിന് സംസ്ഥാന സെക്രട്ടറി അഞ്ജന മുൻകൂറായി 31 ലക്ഷം രൂപ വാങ്ങിയ കാര്യത്തെക്കുറിച്ച് പറയുന്ന ശബ്ദരേഖ ഇപ്പോൾ പ്രചരിക്കുന്നുമുണ്ട്. പണം നൽകിയ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് കമ്മീഷൻ വാങ്ങിയ കാര്യം പറയുന്നത്. ഇത് എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ പെടാപ്പാടിലാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊടകര കുഴൽപ്പണ ഇടപാട് പാർട്ടിയെ വേട്ടയാടിയിരുന്നു. ഇക്കുറി കാര്യങ്ങൾ കർശനമാക്കിയെങ്കിലും പഴുതുകൾ മുതലാക്കിയാണ് ലക്ഷങ്ങൾ പാർട്ടി നേതാക്കൾ തന്നെ തട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ കട്ടൗട്ടിൻ്റെ പേരിൽ വ്യാജ ബില്ലുണ്ടാക്കി 16 ലക്ഷം രൂപ വീതിച്ചെടുക്കാമെന്ന് സംസ്ഥാന സമിതി അംഗം പറയുന്ന ശബ്ദരേഖയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുത്തപ്പോൾ പറഞ്ഞതല്ലേ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുക്കാമെന്ന്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി 4.25 ലക്ഷം തരാമെന്ന് അഞ്ജന പറഞ്ഞിട്ടാണ് 31 ലക്ഷം കൊടുത്തത്. ഇപ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. ഇതാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ആരോപണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെയുമാണ്. അഞ്ജനയ്ക്ക് പിന്നിൽ ആര് എന്നതും പ്രശ്നമാണ്. പ്രധാനമന്ത്രിയുടെ കട്ടൗട്ട് നിർമ്മിച്ചപ്പോൾ തുക അടിച്ചു മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് റോഡ് ഷോ നടത്തിയപ്പോൾ കട്ടൗട്ടുകൾ അടിച്ചിരുന്നു. ഇതിലാണ് സംസ്ഥാന നേതാവ് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയത്. കേന്ദ്ര നേതൃത്വമാണ് 2 കോടിയുടെ കൊടികൾ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ കേരളത്തിൽ എത്തിച്ചത്. ഇത് വൈകിയപ്പോൾ അവസരം മുതലാക്കി നേതാക്കൾ 2 കോടിയുടെ കൊടി അടക്കമുള്ള പ്രചാരണ സാമഗ്രികൾക്ക് വേറെയും കരാർ നൽകി. കരാർ നൽകിയത് UP കമ്പനിക്കാണെങ്കിലും ഉടമകൾ സംസ്ഥാന BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ഇതിലെല്ലാം ലക്ഷങ്ങളാണ് നേതാക്കൾ കവർന്നത്. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത വകയിലും കാറുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഓടിച്ച വകയിലും ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്തതിലുമൊക്കെ അടിച്ചു മാറ്റിയത് വൻ തുകകൾ തന്നെയാണ്. ഫണ്ട് വെട്ടിപ്പ് നാണക്കേടായപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ ആലോചനകൾ നടന്നു വരികയാണ്. എന്തായാലും ഫണ്ട് വെട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി വരും എന്നു തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ.